സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് സാധ്യത തേടി സുപ്രീംകോടതി. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേരളവും കേന്ദ്രവും സുപ്രീംകോടതിയെ അറിയിച്ചു. വിഷയത്തിൽ 2 മണിക്ക് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന ധനമന്ത്രിയോട് ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെത്താൻ ആവശ്യപ്പെടാമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു. ധനനയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, കോടതിക്ക് പുറത്ത് ഈ വിഷയം പരിഹരിച്ചുകൂടെ എന്ന് കോടതി ചോദിക്കുന്നതിലൂടെ ഈ വിഷയത്തിൽ അവസാനം ഒരു മധ്യസ്ഥതയ്ക്ക് അവസാന നിമിഷം ഇടപെട്ടാൽ പോരെ എന്ന ഒരു നിലപാടിലാണോ കോടതി ഇപ്പോൾ? ഈ വിഷയത്തിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അച്യുതൻ? ശ്രീലക്ഷ്മി, സംസ്ഥാനത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ ഇന്ന് വാദം ആരംഭിക്കുമ്പോൾ പ്രധാനമായും കപിൽ സിബൽ, കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആശങ്കകളാണ് ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ ഇടക്കാല ആശ്വാസമായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ അത് ഈ പെൻഷൻ നൽകുന്നതിലടക്കം പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കാരണം വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സാമ്പത്തികമായിട്ടുള്ള വിനിയോഗം കൂടുതലാവുകയും അത് ഇത്തരം ഒരു പ്രതിസന്ധി കൂടുതൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇതിലൊരു ചർച്ചയുടെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യമായി സുപ്രീം കോടതി കേരളത്തിനോട് ചോദിച്ചിരുന്നു, അതായത് സംസ്ഥാനത്തിന്റെ ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച ഈ വിഷയത്തിൽ നടത്തിക്കൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് കേരളം സ്വീകരിച്ചത്. കപിൽ സിബൽ അത് ഇന്ന് തന്നെ അത്തരമൊരു ചർച്ചകളുടെ സാധ്യതകൾ തേടാമെന്ന് അറിയിച്ചു. ഇതിൽ കേന്ദ്രവും ഒരു സമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ ചർച്ചകൾ നടത്തി പരിഹരിക്കാനായാൽ അതാണ് ഏറ്റവും ഗുണകരമെന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം. കാരണം ഈ ധനനയത്തിന് അടക്കം ഇടപെടുന്നതിൽ ചില പരിമിതികൾ സുപ്രീം കോടതിക്കുണ്ട്. ഒപ്പം തന്നെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എ ജിയും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ ധനമേഖല അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കൈകടത്തുവാൻ കഴിയില്ലെന്നും എ ജിയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ചർച്ചകളുടെ സാധ്യത തുറന്നിരിക്കുന്നത്. കപിൽ സിബൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് ഇന്ന് തന്നെ ഡൽഹിയിൽ എത്താൻ ആവശ്യപ്പെടാം എന്നുള്ളതാണ് കപിൽ സിബലും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 മണിക്ക് നിലപാട് അറിയിക്കുവാൻ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മണിക്ക് ശേഷമായിരിക്കും ഈ ഹർജിയിലെ തുടർവാദങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.